അധിക്ഷേപ പ്രസംഗവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം മുഖ്യമന്ത്രിയെയും ലൈംഗിക ന്യൂനപക്ഷങ്ങളെയും അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു പരാമർശം. PM ശ്രീയിൽ ഒപ്പിടതിനെതിരെയാണ് PM A സലാമിന്റെ വിദ്വേഷ പരാമർശം. ഹൈന്ദവ തത്വങ്ങളും വികലമായ വീക്ഷണങ്ങളും പഠിപ്പിക്കാനുള്ള ഹൈന്ദവത്വം പ്രചരിപ്പിക്കുന്ന തീവ്ര ഹിന്ദുത്വവാദം പ്രചരിപ്പിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ടുവരാൻ ഒപ്പിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിട്ടത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം, അല്ലെങ്കിൽ പെണ്ണാകണം. ഇത് രണ്ടും കെട്ട ഒരു മുഖ്യമന്ത്രിയെയാണ് നമുക്ക് കിട്ടിയത് എന്നാണ് നമ്മുടെ അപമാനം. അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്ത് നിന്നും ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. ശാന്തകുമാർ, അങ്ങേയറ്റം അധിക്ഷേപകരമായിട്ടുള്ള പരാമർശം തന്നെയാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തെല്ലാമാണ് പറഞ്ഞത്? ഇത് പറയാനുള്ള സാഹചര്യം എന്താണ്? വലിയ തോതിലുള്ള അധിക്ഷേപം തന്നെയാണ് മുഖ്യമന്ത്രിക്ക് നേരെ PM A സലാമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. മലപ്പുറത്ത് വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പൊതുസമ്മേളനത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത്. അതായത് തീവ്ര ഹിന്ദുത്വവാദം പ്രചരിപ്പിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ടുവരാനാണ് PM ശ്രീയിലൂടെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് കേരളത്തിൽ നടപ്പാക്കുന്നത്. ഇത് ഒരു വനിത എന്ന രീതിയിൽ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയും ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ തമിഴ്നാട്ടിൽ MK സ്റ്റാലിനും ഈ കാര്യം ഒപ്പിട്ടിട്ടില്ല. ആണും പെണ്ണും കേട്ട ഒരു വിധത്തിലുള്ള പ്രവർത്തനമാണ് മുഖ്യമന്ത്രി കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. അതാണ് ഏറെ അപമാനകരമായിട്ടുള്ളത് എന്നാണ് അദ്ദേഹം ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അതായത് മറ്റ് 2 സംസ്ഥാനങ്ങളിലും അത് വേണ്ടെന്ന് വെക്കുമ്പോൾ അത് കേരളത്തിൽ നടപ്പാക്കിയതിനെതിരെയാണ് ഒരു അധിക്ഷേപ പ്രസംഗം തന്നെ ഇപ്പോൾ PM A സലാമിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. എന്തായാലും വലിയ തോതിലുള്ള വിമർശനത്തിനും വലിയ തോതിലുള്ള പ്രതിഷേധത്തിനും ഇടയാക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം. സ്വാതി. ശരി ശാന്തകുമാർ.